കേരള നിയമസഭയുടെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ഇതാ നോർത്ത് ചാലക്കുടിയുടെ ധന്യമായ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹം നാട മുറിച്ചുകൊണ്ട് അനുഗ്രഹ ഹൈടെക് അംഗൻവാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ, അനുഗ്രഹ ഹൈടെക് അംഗനവാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നാട മുറിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. യുടെ ഉദ്ഘാടനവും വയോജന കേന്ദ്രം, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിർവഹിക്കുന്നു. കുഞ്ഞു മനസ്സുകളുടെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ തക്ക വിധം ബഹുവർണ്ണ ചിത്രങ്ങളാലും ആധുനിക സൗകര്യങ്ങളാലും അനുഗ്രഹ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാത്തിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്വാഗതം ശ്രീ വി ഒ മൈലപ്പൻ, ജനറൽ കൺവീനർ, വാർഡ് കൗൺസിലർ. ജനപങ്കാളിത്തത്തിന്റെ വേറിട്ട പ്രവർത്തന ശൈലികളിലൂടെ ചാലക്കുടിയുടെ വികസന മുന്നേറ്റങ്ങളിലെ മുൻനിര പോരാളി. ഇന്നത്തെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ, ചാലക്കുടിക്കാരുടെ സ്വന്തം മൈലപ്പേട്ടൻ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, കേരളത്തിൻ്റെ ഭാവി വാഗ്ദാനമായ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുകളെ, അതുപോലെ ചാലക്കുടി നഗരസഭയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ഷിബു ആലപ്പൻ, നഗരസഭ വൈസ് ചെയർമാൻ ശ്രീമതി ശ്രീദേവി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പോളേട്ടൻ, ശ്രീമതി പ്രീതി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ദീപു ദിനേശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആനിപ്പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ശ്രീ അനിൽകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ശ്രീ ബിജു S ചിറയത്ത്, UDF പാർലമെന്റ് പാർട്ടി ലീഡർ അടക്കം ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ആലി ഷിബു സ്റ്റേജിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ICDSന്റെ സൂപ്പർവൈസർ ബിന്ദു ലോരപ്പൻ, ഈ അംഗനവാടിയുടെ ടീച്ചർ റോസിലി, അതുപോലെ ഈ ഹെൽത്ത് സെന്ററിന്റെ ഡോക്ടർ ദൃശ്യ, പേര് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ദൃശ്യ. അതുപോലെ ഈ 21 സെന്റോളം ഭൂമി വാങ്ങാൻ പൈസ തന്നിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അത് അവർക്ക് മെമ്മന്റോ കൊടുക്കുമ്പോൾ അവരെ പരിചയപ്പെടുത്തും, അതുകൊണ്ട് ഞാൻ പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കൊച്ചു പ്രദേശത്തിന് 1 കോടി രൂപയോളം സഹായങ്ങൾ തന്ന വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇന്ന് വേദിയിൽ വെച്ച് ആദരിക്കുന്നത്. ഞാനത് വലിയ കാര്യമായി കാണണം. ചിലവരൊക്കെ പറയാം അതൊക്കെ ചെറിയ കാര്യമാണെന്ന്. ഈ പ്രദേശത്തിന്, ഈ ചാലക്കുടിയിൽ എന്നല്ല, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലല്ല, കേരളത്തില് എൻ്റെ അറിവില്, ഇനി ഞാൻ കാണാതെ വലുതുണ്ടോന്ന് എനിക്കറിയില്ല, ഇതുപോലെ സൗകര്യമുള്ള ഒരു AC അംഗനവാടിയൊക്കെ ഉണ്ടാവും, ഇതേപോലെ സൗകര്യമുള്ള ഒരു AC. നമുക്കറിയാം, നമ്മൾ വലിയ സ്വർണ്ണക്കടയിലേക്കൊക്കെ പോണ പോലെയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതുപോലുള്ള ആ സ്ഥാപനം പണിയാൻ ഇവരൊക്കെയാണ് നമുക്ക് സ്ഥലം വാങ്ങി തന്നെ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു അഭിമാനത്തോടു കൂടി ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ആ വ്യക്തിത്വങ്ങളെ കാണണം. നമുക്കറിയാം, ചാലക്കുടി ടൗൺ ഹാള് 3,14,00,000 രൂപ 15 വർഷം മുൻപ് നാട്ടുകാരായിരുന്നു സംഭാവന പിരിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറും, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ മഞ്ഞാങ്കുഴി അരിസാറും, സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട CM ബാലകൃഷ്ണ അവറുകളൊക്കെ ഒരുപാട് സഹായിച്ചതിന്റെ ഫലമായാണ് പല പ്രതിബന്ധങ്ങളുണ്ടായിട്ട് ആ ടൗൺ ഹാള് പണിയാൻ പറ്റിയത്. പക്ഷെ ഞാൻ അഭിമാനത്തോടു കൂടി പറയണ, ഇപ്പൊ അവിടെ ഓരോ പരിപാടികൾക്ക് വരുമ്പോൾ കേരളത്തിന്റെ ധനകാര്യ മന്ത്രി പറയാ, ഇത് മനോഹരമായിരിക്കുന്നു, ഒരു നഗരസഭയിൽ ഇത്ര നല്ല ടൗൺ ഹാള് ഞാൻ എങ്ങും നഗരസഭയുടെ കണ്ടിട്ടില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി. അതുപോലെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത്, ഈ ഇത്ര നല്ല ടൗൺ ഹാൾ പണിതിട്ടാണോ നിങ്ങൾ അന്ന് ഈ സമരത്തിന് കിടന്നതെന്ന് ഒരു പ്രവർത്തകനോട് ചോദിച്ചു. പേര് ഞാൻ പറയണില്ല, ആള് ചോദിച്ചു. അതുപോലെ സജി ചെറിയാൻ സാറ് പറഞ്ഞത്, ഇതിന്റെ പ്ലാൻ ഈ ചെയർമാനോട്, ഞങ്ങളുടെ ചെയർമാനോട് പറഞ്ഞു, ഇതിന്റെ പ്ലാൻ ഒന്ന് എനിക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ മനോഹരമായ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ പല വ്യക്തിത്വങ്ങളും 3,14,00,000 രൂപ 15 കൊല്ലം മുന്നേ തന്നതിന്റെ ഭാഗമാണ്.
അതുപോലെ ഇപ്പോൾ 1 കോടി രൂപ തന്നിട്ടാണ് ഈ സ്ഥലമൊക്കെ മേടിക്കാൻ പറ്റുക. എന്തായാലും ഒരു കാര്യം പറയാം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് തിരക്കുള്ളതുകൊണ്ട് ഞാൻ അധികം പറയാനില്ല. ഇതിന് ശേഷം അവസരം കിട്ടി ഞാൻ ബാക്കി പറയാം. അപ്പോ ആ സ്ഥലത്താണ് 1 കോടി രൂപയോളം കിട്ടിയ സ്ഥലത്താണ്, അതായത് ഇതെല്ലാം നമ്മുടെ അല്ല കേട്ടോ, ഇല്ലാത്ത ഞാൻ പറയില്ല. ആ കെട്ടിടം തുടങ്ങിയ മതിൽ കെട്ട് തുടങ്ങിയ കമ്പിവേലിട്ട ആ തൂണ് വരെയുള്ള അവിടെ അങ്ങോട്ട് ഉള്ളതൊക്കെ നമ്മുടെയാണ്. അതിനുള്ളിലൊരു 2 ചിലാനും 3 സെന്റും കൂടി ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ചെയർമാൻ അത് ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അതും കൂടി കിട്ടിയാൽ ഇവിടുന്ന് വഴി അവിടുന്ന് വഴിയൊക്കെ ആയിട്ടുള്ള മനോഹരമായ, അത് ഇപ്പുറത്ത് ഹെൽത്ത് സെന്റർ, ഈ ചാലക്കുടിയിലാണ് ആദ്യമായിട്ട് 3 ഹെൽത്ത് സെന്റർ ആ പദ്ധതി ഷിബു പറയും കിട്ടിയത്. ആദ്യം പണിതത്, അതിന് സ്ഥലം മേടിച്ചു. ശ്രീ കെ പോളന്റെ അവിടെ സ്ഥലം കിട്ടി, അവിടെ കല്ലിടേണ്ട നടപടി ആയിക്കൊണ്ടിരിക്കുകയാണ്. വത്സന്റെ അവിടെ കിട്ടി. അപ്പൊ 3 അങ്ങനെയാണ് കിട്ടിയത്. ഇനി ഞാൻ ഒരുപാട് പരത്തി പറഞ്ഞപ്പോ ബുദ്ധിമുട്ടാവും. ഇതിന് പല പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ചാലക്കുടിയിലെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനങ്ങള് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയാണ്. അതോടൊപ്പം ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട്. ഡോക്ടർ അമൃത, അതുപോലെ ജോണിച്ചേട്ടൻ, പിന്നെ ബാക്കി ഈ സ്ഥലമായി പൈസ എന്നവരെയൊക്കെ പറയും. പിന്നെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും കൂട്ടി. അപ്പൊ ഇതിന്റെ കൺവീനറായിട്ട് ഈ സ്ഥലം വാങ്ങുന്നതിന് ഒപ്പം നിന്നത് ബഹുമാനപ്പെട്ട ജോണി പുതുക്കാട്ടുകാരനാണ്. ഈ നഗരസഭ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ഞാൻ പുറത്തുനിന്നുള്ള കാര്യം പറയണേ. പിന്നെ നമ്മുടെ CK പോളേട്ടൻ, അതുപോലെ ഷാജു ഇപ്പോ ലണ്ടനിലാണ്. ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ആളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പോ എല്ലാവരോടും ഇതിന് സഹകരിച്ച അംഗനവാടി ടീച്ചറടക്കം എല്ലാവരോടും, ഹെൽപ്പറടക്കം എല്ലാവരോടും നന്ദി പറഞ്ഞോടൊപ്പം എന്റെ ചടങ്ങിലേക്ക് കിടക്കാണ്. കാരണം ഇനി സമയം വൈകാണ്ടിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്, അതിലുപരി കേരളത്തിന്റെ പുതിയ വാഗ്ദാനം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 5 പ്രാവശ്യമായിട്ട് നിയമസഭയിൽ പഠിച്ച വിഷയങ്ങൾ പറയുകയും പറയുന്ന പോലെ പ്രവർത്തിക്കുന്നതും എനിക്ക് അതുകൊണ്ട് ഞങ്ങളോട് വലിയ ബഹുമാനമാണ്. പറ്റാത്ത കാര്യം പറ്റില്ല പൈലപ്പാന്ന് മുഖത്ത് നോക്കി പറയും. അതുപോലെ പറ്റണ കാര്യം അത് ചെയ്തു തരും ചെയ്യും. അതുപോലെ സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകളെ എല്ലാവരുടെയും ഈ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ MLA ആണ്. ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് പണിയാൻ പോകുന്ന ഹെൽത്ത് സെന്ററിന് ഒറ്റ വാക്കിന് തന്നെ അത് ഈ പ്രദേശത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു. ഇനി ഒരു നില കഴിഞ്ഞ അടുത്ത നിലയ്ക്ക് ബാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത്രയ്ക്കും കരുതല്. നമുക്കറിയാം ഈ അമ്പലത്തിന്റെ അവിടേക്ക് പോണ റോഡ് 40 ലക്ഷം രൂപയോളം ടൈലിടാൻ പൈസ തന്നത് MLA ആണ്. ആ കാണുന്ന വെളിച്ചം ദുഃഖമാണെന്ന് ചിലവർക്ക് പറയുമ്പോൾ വെളിച്ചം നന്മയെന്ന് പറയുന്നത് ഞാൻ പറയുന്നു ആ വെളിച്ചം. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ നോവൽറ്റി റോഡ് കട്ട ചെയ്യാൻ ഈ ഗവൺമെന്റ് റോഡ് ബാക്കി ഇനി ചെയ്യാത്ത ഭാഗം ചെയ്യാനായിട്ട് ഇപ്പൊ 19 ലക്ഷം കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുന്നത് MLA പറഞ്ഞ കാരണം ബാക്കിയുള്ളവരപ്പോ കുറ്റം പറയുക. അതുകൊണ്ട് എന്നാലും നന്ദികേട് പാടില്ലല്ലോ എന്ന് വെച്ച് പറയാണ്. അപ്പോ ഈ MLA എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും ഷിബുവേട്ടൻ, എനിക്ക് ഷിബു, ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ഷിബു വാലപ്പനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോളേട്ടനെ സ്വാഗതം ചെയ്യുന്നു. മുൻ ചെയർപേഴ്സൺ ആരിഫ് ഷിബുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രോട്ടോകോൾ നോക്കിയാലിട്ട് ഇനി പറയണത് തെറ്റാണ്ടിരിക്കാനാണ് എനിക്ക്. ബഹുമാനപ്പെട്ട ജോണിച്ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. പാർലമെന്റ് പാർട്ടി ലീഡർ നമ്മുടെ പ്രിയപ്പെട്ട ബിജു വക്കീലിനെ സ്വാഗതം ചെയ്യുന്നു. ബിഹു ദിനേശ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്തെ പരിസരത്തുള്ള വാർഡ് കൗൺസിലർമാർ കയറിയിരിക്കണം, സ്റ്റേജിലേക്ക് കയറിയിരിക്കണം. അതുപോലെ നമ്മുടെ ഇന്ന് ആദരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. 100 കണക്കിന് കുടുംബങ്ങൾക്ക് വിദേശത്ത് ജോലി കൊടുക്കുകയും ഞാൻ വെള്ളപ്പരാവത്തിൽ നമ്മളൊക്കെ ബഹുമാനത്തോടുകൂടി വെള്ളപ്പരാവത്തിൽ എന്ന് വിളിക്കുന്ന ആ വ്യക്തിയുടെ അവിടെയാണ് ഒരു ദിവസം പാവപ്പെട്ടവനെ സഹായിക്കാൻ ഒരു ദിവസം തിരഞ്ഞെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. പിന്നെ ഞാൻ എൻ്റെ സ്നേഹിതൻ കലാഭവൻ മണിയാണ് അങ്ങനെ ചെയ്യുന്ന കണ്ടാണ്. അതിനുശേഷം
തോമസ് മേലപ്പുറം എന്ന് പറഞ്ഞ ആൾ നിങ്ങൾ പോട്ടയിൽ ചെന്നാൽ അറിയാം. ഒരു ദിവസം അതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അതുപോലെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങൾക്ക് വിദേശത്ത് ജോലി കൂടി കൊടുക്കുന്ന തോമസ് എന്ന് പ്രത്യേകം ആദരിക്കുന്നുണ്ട്. തോമസ് ഇതിന് സ്ഥലം മേടിക്കാനും പൈസ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. തോമസ് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും നമ്മുടെ കൗൺസിലർമാരെ കുറിച്ച് ഞാൻ പറയട്ടോ, ഏറ്റവും കൂടുതൽ ഇതിന് ആദ്യത്തെ പൈസ തന്നത് കൂടുതലല്ല കേട്ടോ, ആദ്യം പൈസ തന്നത് ജോസ് മാനാണ്. ആ ജോസിന്റെ പഴയ ഹെൽത്ത് ചെയർമാനാണ്. അദ്ദേഹങ്ങളുടെ മകളുടെ മെമ്മറിക്ക് വേണ്ടി അത് തന്നു. ഇനിയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോസിനോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട തങ്കച്ചേട്ടൻ നഗരസഭയ്ക്ക് 1 ഏക്കർ സ്ഥലമാണ് ഇന്നാള് തന്നാൽ. പിന്നെ എല്ലാവർക്കും സ്ഥലം മേടിക്കുമ്പോൾ കുറേശ്ശെ കാശൊക്കെ ഇങ്ങനത്തെ കാര്യത്തിന് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ 1 ഏക്കർ തന്നു, ഇവിടെ തന്നു, ടൗൺകാളിന് തന്നു. തോമാസേണ്ണനും അതുപോലെ ഈ തോമാസേണ്ണന്റെ മോൻ വന്നിട്ടുണ്ട്. തങ്കച്ചേണ്ണനും തോമാസേണ്ണനും 2 പേരും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രീതി ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു. തോമസ് മാളിക്കല് തൊട്ടടുത്ത വാർഡ് കൗൺസിലർ സ്വാഗതം ചെയ്യുന്നു. റോസിൽ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ICDS സൂപ്പർവൈസർ ബിന്ദു ലോനപ്പനെ സ്വാഗതം ചെയ്യുന്നു. സുസുമ ആനണി വാർഡ് കൗൺസിലർ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹെൽത്ത് സെന്റർ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഷാജി പുത്തമ്പുര വന്നിട്ട് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. കോവിഡ് കാലത്ത് നിങ്ങളൊക്കെ കണ്ടു, 1.5 ലക്ഷം പേരോ 2 ലക്ഷം പേരാണ് അത് കണ്ടത്. കോവിഡിന്റെ ഡ്യൂട്ടിക്ക് പോയ ഡോക്ടർ അമൃത 1 മാസത്തെ അന്നത്തെ ശമ്പളം കോവിഡിന് ആളുകളെ സഹായിക്കാൻ തന്നു. പിന്നെ അവരുടെ അച്ഛനും ഇളയച്ഛനൊക്കെ വേറെ സഹായം ചെയ്തു. അങ്ങനെ മാതൃപരമായി പ്രവർത്തിക്കുന്ന അമൃത ഡോക്ടർ എന്ന് ആദരിക്കുന്നുണ്ട്. അമൃതയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസേട്ടന്റെ ഭാര്യ മേരേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് സ്ഥലം മേടിക്കാൻ പൈസ വന്നിട്ടുണ്ട്. മേരേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോഡിച്ചേട്ടൻ, ഇനി ഞങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ ആശാ വർക്കർ മല്ലിക ടീച്ചർ, ഇനി എല്ലാവരെയും ആരെങ്കിലും സതീശന്റെ തിരക്കുള്ളുണ്ട് എല്ലാവരെയും വിട്ടുപോയിട്ട് ഒറ്റവാക്കിന് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് ഇതിന് വന്ന എല്ലാ ജനങ്ങളും നമുക്കറിയാം. ഒരു സതീശേട്ടൻ പെട്ടെന്ന് പോണോണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ 6 തുടങ്ങുള്ളൂ. അപ്പം നമ്മുടെ ആൾക്കാർ അതനുസരിച്ച് വരുള്ളൂ. എല്ലാവരും വരും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്നിവിടെ നമ്മുടെ സുപ്രസിദ്ധ സിനിമ പിന്നണി ഗായകൻ നമുക്കറിയാം എല്ലാവരും സുദീപ് കുമാർ അദ്ദേഹങ്ങൾ നയിക്കുന്ന ഗാനമേളയുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹങ്ങളുടെ ടീമാംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുമാതിരി മുനിസിപ്പൽ ജീവനക്കാര്, നല്ലവരായ നാട്ടുകാർ, കൗൺസിലർമാര്, സൊസൈറ്റി പ്രസിഡന്റുമാര്, നമ്മുടെ 692 സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. 3 AC തന്നത് ആ സൊസൈറ്റിയാണ്. ഏത് നല്ല കാര്യത്തിനും നഗരസഭയ്ക്ക് സഹായം ചെയ്യണ അവരും സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സമയക്കുറവുകൊണ്ടാണ്. എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട പൈലപ്പേട്ടന് എല്ലാവരുടെയും പേരിൽ സ്നേഹസ്വാഗതം. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ ആരാധനായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ അവരുടെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ചാലക്കുടി നഗരസഭയുടെ അതിബൃഹത്തായ 3 പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അനുഗ്രഹ ഹൈടെക് അംഗനവാടി ഉദ്ഘാടനം, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പകൽ വീട് വയോജന കേന്ദ്രം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം. വയോജന കേന്ദ്രം, പകൽ വീട്. വാർദ്ധക്യം ഉപേക്ഷിക്കപ്പെടേണ്ട കാലമല്ല, സംരക്ഷിക്കപ്പെടേണ്ട കാലമാണ് എന്ന നന്മ നിറഞ്ഞ തിരിച്ചറിവോടെ വയോജനങ്ങൾക്കായി ചാലക്കുടി നഗരസഭ നിർമ്മിക്കുന്ന പകൽ വീട് ഒറ്റപ്പെട്ടു പോകുന്ന സ്വന്തം വീടുകളുടെ വിരസതകളിൽ നിന്നും പകൽ വീടിന്റെ കളിയും ചിരിയും സന്തോഷവും സമാധാനവും ആവോളം ആസ്വദിക്കുവാൻ സ്നേഹ സൗഹൃദങ്ങൾ നിറഞ്ഞ ഒത്തുചേരലുകളിലൂടെ ജീവിത സായാഹ്നങ്ങളെ ആഹ്ലാദഭരിതമാക്കാൻ ഒരു സുരക്ഷിത ഇടം. ബഹുമാനപ്പെട്ട
വി ഡി സതീശൻ അവർ. ഒരു ഇതുകൊണ്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വിഷയത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച മാധ്യമ പ്രവർത്തകർ വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യും. നിലപാടുകളിലെ നിശ്ചയദാർഢ്യം, പ്രവർത്തനങ്ങളിലെ സുതാര്യത, സ്നേഹമസൃണമായ ഇടപെടലുകൾ, പൊതുപ്രവർത്തന രംഗത്ത് കറപുരളാത്ത വ്യക്തിത്വം എന്നും കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ, നാടിൻ്റെ ഊർജ്ജസ്വലനായ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ്, നമ്മുടെ നഗരസഭാ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ ഷിബു ആലപ്പൻ, നമ്മുടെ ഈ പരിപാടിയുടെ എല്ലാം സംഘാടകനും ഈ വാർഡിലെ കൗൺസിലറും മുൻ ചെയർമാനുമായ എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ലിയോ പൈലപ്പൻ, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, ഈ സംരംഭത്തിന് കൈയയച്ച് സഹായിച്ച ഈ നഗരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ബഹുമാന്യ വ്യക്തികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിങ്ങനെ വേദിയിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും കൂടി സഹായിച്ചൊരു നഗരത്തിൽ 1 കോടിയോളം രൂപയുടെ സ്ഥലം വാങ്ങിക്കുക. ആ സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംസ്ഥാനത്ത് കണ്ടേക്കുന്ന പൈലപ്പം കേൾക്കുന്നുണ്ട ഞാനീ പറഞ്ഞത്. ഞാൻ ഈ സംസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ഏറ്റവും നമ്പർ 1 അംഗൻവാടി വേറെ കണ്ടിട്ടില്ല. 10 വട്ടം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര സന്തോഷമായില്ല, ഒരു അസൂയ തോന്നി, അസൂയ ഉണ്ടായി. നമ്മുടെ ഒന്നും അവിടെ ഇല്ല. ഒരു സ്ഥലത്ത് ഞാൻ കണ്ടില്ല, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. മനോഹരമായ ഒരു അംഗൻവാടി. MLAയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം മേടിച്ച്, അല്ലേ, വെൽനസ്, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. MP-യുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം വാങ്ങിച്ച് വയോജന മന്ദിരത്തിന്റെ പരിപാടി. അവർ രണ്ടുപേരും രണ്ടാമത് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും രണ്ടാമത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കൂടി പറഞ്ഞു. സനീഷ് കുമാറിനെ പെടുത്തി. സനീഷ് കുമാർ ഞാൻ പറഞ്ഞില്ലെന്ന് പുള്ളിക്കൊരു സംശയമില്ല. അപ്പൊ രണ്ടാമത്തെ 50 ലക്ഷം കൂടി സ്വാഗത പുസ്തകത്തിൽ ഉറപ്പുവരുത്തി. ബെന്നിച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ബെന്നിച്ചേട്ടൻ്റെ ഒരു 50 ലക്ഷം കൂടി പോയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എങ്ങനെയാണ് വിചാരിച്ചത്. ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. സ്വന്തം വാർഡിൽ ഇത്രയും, ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു ജനപ്രതിനിധി, ഒരു മുനിസിപ്പൽ കൗൺസിലർ, ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു സ്വന്തം വാർഡിൽ ചെയ്ത് കാണില്ല. ചെയ്താൽ എനിക്കറിയാം, ചെയ്ത് കാണില്ല. ഞാൻ ശ്രീ പൈലപ്പനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ ഷിബു ആലപ്പൻ ചെയർമാനായിട്ടുള്ള ഭരണസമിതിയെ അവരും മുഴുവൻ സപ്പോർട്ടും കൊടുത്ത് അവരുടെ ആ സംരംഭങ്ങളെല്ലാം ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു, അല്ലേ? ഇത് പണിത് പൈസയ്ക്ക്. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചാലക്കുടിയിൽ ഇങ്ങനെ സഹായിക്കുന്ന ആളുകളുണ്ട്. നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹായം എല്ലാവരും ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാവരും, എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഒരു സംരംഭം, ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഒരു വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് കൊടുത്ത നിങ്ങളെല്ലാവരും ഞാൻ പ്രത്യേകമായ നന്ദിയും പ്രത്യേകമായ കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ കഠിനാധ്വാനം ചെയ്ത് ബിസിനസ് നടത്തുന്ന ആളുകൾ എല്ലാമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾക്ക് മാറ്റിവെച്ചത്. അതെല്ലാവരും ചെയ്യാറില്ല. ചെയ്യുന്നവരെ അഭിനന്ദിച്ച് മതിയാവും. കൂടുതലുള്ളവരൊക്കെ പലരും ചെയ്യാറില്ല. ചെയ്യുന്നവരാണ് നാടിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ഓർത്തുവരെ എനിക്ക് അസൂയ വന്നോളൂ, തീർച്ചയായും. പിന്നെ അംഗൻവാടി ടീച്ചർമാരെല്ലാവരും ഉണ്ട്, ഹെൽപ്പർമാരെല്ലാവരും ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. സനീഷോട് ചോദിച്ചാൽ ഞങ്ങൾ നിയമസഭയിൽ അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും വിഷയം എത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് അവർ പറയും. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന 13 ജോലികൾ എന്തെല്ലാമാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ 1, 2, 3, 13 വരെ പറഞ്ഞു. പിന്നെ ഇവിടെ പാല് മേടിക്കണമെങ്കിൽ, മുട്ട മേടിക്കണമെങ്കിൽ, എലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ആ കാശ് കിട്ടുന്ന അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനൊന്നും പരിഹാരം ആയിട്ടില്ല. പരിഹാരം കാണുന്നൊരു സമയം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവും എന്ന് മാത്രം ഞാൻ
വിനയപൂർവ്വം പറയുന്നു. ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇതൊരു നാടിൽ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി ജനപ്രതിനിധികൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി നൽകുന്നത്. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല, ഇത് എന്നെ വിസ്മയിപ്പിച്ച പരിപാടിയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പരാമർശിക്കുന്നു. ഈ ചടങ്ങിനോടനുബന്ധിച്ച് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും തൊഴിലൊക്കെ നൽകിയ പ്രവാസി മലയാളി ശ്രീ തോമസ് മേലപ്പുറത്തിനെയും കൂടി ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചു. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഈ മനോഹരമായ സായാഹ്നത്തിൽ അതിമനോഹരമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ടു ഞാൻ ഈ അനുഗ്രഹ ഹൈടെക് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സത്യത്തിൽ പിന്നെ വെൽനസ് സെന്ററിന്റെയും അതുപോലെ വയോജന മന്ദിരത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം കൂടി നിർവഹിച്ചതായി ഞാൻ പ്രത്യേകമായി അറിയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് MLA അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ട് എനിക്ക് പറയാൻ പാടില്ല. ശരിക്കും അത് അദ്ദേഹം എനിക്ക് പ്രത്യേക അനുവാദം തന്നാണ്. എനിക്ക് തൃശ്ശൂർ 2 പരിപാടിയിൽ കൂടി പങ്കെടുത്തിട്ട് 7:50 വന്ദേ ഭാരതിൽ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകണം. വേദിയിൽ ഇരിക്കുന്നവരും നിങ്ങളും എനിക്ക് അനുവാദം തരണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു സർ. PT ദേവസിക്ക് വേണ്ടി ഇപ്പോൾ ഉപഹാരം നൽകുന്നു. ശ്രീ തോമസ് മേലേപ്പുറം. സഹജീവി സ്നേഹത്തിന്റെ ജീവിക്കുന്ന ആളുകൾ, നിരവധി നിർധന കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം, ഒട്ടനവധി പേർക്ക് ജീവിക്കാനൊരു തൊഴിൽ, ആവശ്യക്കാരനെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു നല്ല സമരക്കാരൻ. സന്തോഷം മനസ്സിൽ നിറച്ചുകൊണ്ട് പൈലപ്പേട്ടനുള്ള സ്നേഹാദരവ് അവർ ഈ ഉപഹാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് PD സതീശൻ അവർക്ക് ചാലക്കുടി നഗരസഭയുടെ 7ാം വാർഡ് വികസന സമിതിയുടെ സ്നേഹം നിറഞ്ഞ നന്ദി.